മാർക്കോസിന്റെ സുവിശേഷം 14 അധ്യായത്തിന്റെ 3 തുടങ്ങിയിട്ട് വായിക്കാവോ? അവൻ ബെഥാനിയിൽ കുഷ്ഠരോഗിയായ ശിമോന്റെ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വെൺകൽ ഭരണി വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലവുമായി വന്ന് ഭരണി പൊട്ടിച്ച് അവന്റെ തലയിൽ ഒഴിച്ചു. അവിടെ ചിലർ തൈലത്തിന്റെ ഈ വെറും ചെലവെന്തിന്, ഇത് 300-ലധികം വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുപ്പാൻ കഴിയുമായിരുന്നല്ലോ എന്നിങ്ങനെ ഉള്ളിൽ നീരസപ്പെട്ടവളെ പരസിച്ചു. എന്നാൽ യേശു, ഇവളെ വിടുവീൻ, അവളെ അസഹ്യപ്പെടുത്തുന്നതെന്ത്? അവൾ എന്നിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. ദരിദ്രർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കലുണ്ടല്ലോ, ഇച്ഛിക്കുമ്പോൾ അവർക്ക് നന്മ ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും. ഞാനോ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കയില്ല. അവൾ തന്നാലാവത് ചെയ്തു. കല്ലറയിലെ അടക്കത്തിനായി എന്റെ ദേഹത്തിൽ മുൻപ് കൂട്ടി തൈലം പൂശി. സുവിശേഷം ലോകത്തിലൊക്കെയും പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവൾ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കുമെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും അറിയാം ഇത്. ഹല്ലേലൂയ. എല്ലാ ഓൾമോസ്റ്റ് സുവിശേഷങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പല പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. ആമേൻ. ഹല്ലേലൂയ. നല്ല രാത്രി വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനകത്ത് ഒരു വാക്കാണ് എന്നെ അത് വീണ്ടും അതിനകത്തേക്ക് എന്താ പറയുക, ഹല്ലേലൂയ, ഈ വചനത്തിലേക്ക് കൊണ്ടുവന്ന. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അതെ, ഇവിടെ പറയുന്നത്, അവൻ ബേഥാനിയിൽ കുഷ്ഠരോഗിയായ ശീമോന്റെ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വെൺകൽ ഭരണി വിലയേറിയ സ്വച്ഛ ജഡമാംസ തൈലവുമായി വന്നു ഭരണി പൊട്ടിച്ച് അവന്റെ തലയിൽ ഒഴിച്ചു. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. ഇവിടെ അവൻ ആരുടെ വീട്ടിലാണ് പന്തിയിരിക്കുന്നത്? ആയിരുന്ന ഷീമോന്റെ വീട്ടിൽ. ഹല്ലേലൂയ. അപ്പൊ അവിടെ ആമേൻ. സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം കുഷ്ഠരോഗി ആയിട്ടുള്ളവരെ. അപ്പൊ പക്ഷേ കർത്താവ് കുഷ്ഠരോഗികളെ പോലും തൊട്ട് സൗഖ്യമാക്കി. മനുഷ്യർക്ക് സാധാരണ അവരുടെ നിയമം അനുസരിച്ച് തൊടാൻ പാടില്ല. ഹല്ലേലൂയ. അടുത്തെല്ലാം പാടില്ല എന്നൊക്കെയാണ്. പക്ഷേ കുഷ്ഠരോഗികളെ ദൈവം ഒത്തിരി പേരെ അടുത്ത് വന്നിട്ടുള്ളവരെ തൊട്ടുകയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നു. കാരണം കർത്താവ് തൊട്ട ഹല്ലേലൂയ അവരുടെ ഉള്ളിലുള്ള അവരിലെ കുഷ്ഠം മാറി. അവർ പിന്നെ കുഷ്ഠരോഗി അല്ല ശരിക്കും പറഞ്ഞാൽ. ഹല്ലേലൂയ. കർത്താവ് തൊട്ട് കഴിഞ്ഞാൽ ശുദ്ധി വരും. ഹല്ലേലൂയ. ആമേൻ. ഇന്നും ദൈവം വേണ്ടുന്ന പോലെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഒരു നമ്മുടെ എല്ലാവരുടെയും മനസ്സിലൊക്കെ ഉള്ള കുഷ്ഠമെല്ലാം, പക്ഷെ ദൈവം തൊടാത്തോണ്ടാണ് പലപ്പോഴും ഹല്ലേലൂയ കുഷ്ഠമായിട്ട് മനസ്സിലാക്കുക. കുഷ്ഠവും വിരോധവും വെറുപ്പും വിദ്വേഷവും പകയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കാര്യം. ഹല്ലേലൂയ. നമ്മളിലൊക്കെ ആരുടെയെങ്കിലും ഉള്ളിൽ ആരോടെങ്കിലും ഒക്കെ ആമീൻ പകയോ വിദ്വേഷമോ എന്റെ ദൈവത്തിന്റെ സ്വഭാവത്തിന് വിപരീതം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകണമെങ്കിൽ യഥാർത്ഥമായ കർത്താവ് തൊടണേ, പരിശുദ്ധാത്മാവോട് പറഞ്ഞാൽ മതി, ഒന്ന് തൊടണമേ എന്ന് പറഞ്ഞാൽ മതി. മാനുഷ്യമായിട്ടല്ല, ജഡികമായിട്ടുള്ള സ്വഭാവങ്ങൾ നമ്മൾ ഇരിക്കാൻ പാടില്ല. അത് ആരോടാണെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ശത്രുവിന് വേണ്ടി ശത്രുവിന് അനുഗ്രഹിക്കാനാ പറയുക. അപ്പൊ നമ്മൾ ശത്രുത്വം പോലും വെച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു വകുപ്പില്ല ദൈവത്തിന്റെ മക്കളാണെങ്കിൽ, അത് ആരോടാണെങ്കിലും. അടുത്ത് പറയുന്നത്, അവിടെ ഇരിക്കുമ്പോൾ വെൺകൽ ഭരണി വിലയേറിയ സ്വച്ഛ ഇടാംശം പോലെ പൊട്ടിച്ച് അവന്റെ തലയിൽ ഒഴിച്ചു. അതിന് അവിടെ ചിലർ, തൈലത്തിന്റെ ഈ വെറും ചിലവ് എന്തിന്, ഇത് 300 അധികം വെള്ളിക്കാശ് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാൻ കഴിയുമായിരുന്നു എന്നിങ്ങനെ ഉള്ളിൽ നിരസപ്പെട്ട് അവളെ ഫൽസിച്ചു. ഇവിടെ എഴുതിക്കുന്ന വാക്ക് പ്രത്യേകം എടുത്ത് എഴുതിയിട്ടുണ്ട്. അവര് പറഞ്ഞല്ല, അവർ ഉള്ളിൽ നീരസപ്പെട്ടുകൊണ്ട് അവളെ ഫൽസിച്ചു എന്ന് വെച്ചാൽ അവര് മനസ്സിലാ പറഞ്ഞത്. ഹല്ലേലൂയ. ഉച്ചത്തിലല്ല പറഞ്ഞേക്കുന്നത്. ഉള്ളിൽ നീരസപ്പെട്ട് ഉള്ളിൽ നീരസപ്പെട്ട് അവരെ ഫലിച്ച് അവിടെ. എന്നാൽ യേശു അവളെ വിടുവിൻ, അവളെ അസഹ്യപ്പെടുത്തുക എന്തിന്? അവര് ഉള്ളിൽ നീരസപ്പെട്ട് അവളെ ഫലിച്ചപ്പോൾ തന്നെ കർത്താവ് യേശു ക്രിസ്തു അവളെ വിടുവിൻ ഹല്ലേലൂയ എന്ന് പറയാം. കാരണം അവിടെ മനുഷ്യൻ കൂടെ നിന്നിട്ട് അടുത്ത് തന്നെ നിൽക്കുന്നവര് അവര് ഹൃദയത്തിൽ എന്താണ് ചിന്തിക്കുന്നതെന്ന് പോലും തിരിച്ചറിയാൻ കഴിയുന്നതാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. മനുഷ്യന്റെ ഉള്ളങ്ങൾ ഉള്ളതുപോലെ അറിയുന്ന ആളാണ് ദൈവം. മറ്റുള്ള മനുഷ്യർക്ക് ചിലപ്പം ഒരാൾ ഒരാളുടെ മനസ്സിലുള്ളതിനെ തിരിച്ചറിയാൻ കഴിയില്ല. പക്ഷെ ദൈവത്തിന് അത് അറിയാം. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ ആത്മാവുള്ള നമ്മളും ആത്മാവിൽ ആയിരിക്കുന്നവർക്ക് അത് വിവേചിച്ചറിയാൻ ദൈവം ആത്മീയൻ സകലത്തെയും വിവേചിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അത് വിവേചിച്ചറിയാൻ നമുക്കൊരു കൃപ ദൈവം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ആത്മാവിലാണ് നമ്മൾ സംസാരിക്കുന്നത്, ആത്മാവിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കാരണം പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ ഉള്ളിൽ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് നമുക്ക് മനസ്സിലാവും. കാരണം
നമുക്ക് ആ ഫീലിങ്സ് നമുക്ക് പെട്ടെന്ന് അവർ പറയത്തില്ല നമ്മളോട്. അല്ല, അവരിയ്ക്കുന്ന സമയത്തല്ല, അവരുടെ ഉള്ളിൽ നമ്മൾ ആത്മാർത്ഥമായി ഒരാൾക്ക് വേണ്ടി സിൻസിയറായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് അറിയാൻ പറ്റും അവരുടെ ഉള്ളത്തിൽ ഉള്ളം ഇരുന്ന് വിങ്ങുന്നത്. ഹാലേലിയ. അവർ പുറമേ പറഞ്ഞില്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള പല വിഷയങ്ങളും ഹാലേലിയ എടുത്ത് പറയാൻ പറ്റും. കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ ഒരു കുടുംബം പല സഹോദരന് വേണ്ടി സഹോദരനെ കണ്ട് എപ്പോഴും മുഖത്ത് ചിരിയ. എപ്പോൾ ഞാൻ പ്രാർത്ഥിക്കും പരിശുദ്ധാത്മ, പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് ഭയങ്കര പെയിൻ വന്ന കണ്ണൊക്കെ. അപ്പോൾ ഞാൻ പരിശുദ്ധാത്മയോട് പറയും, മുഖത്ത് ചിരിയാണെങ്കിൽ ഉള്ളത്തിൽ കരയുന്നത് ഹാലേലിയ. ഉള്ളത്തിലെ സങ്കടം നമുക്ക് പെട്ടെന്ന് പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഉള്ളിലേക്ക് അത് കിട്ടാറുണ്ട്. പലപ്പോഴും ഫീൽ ചെയ്ത് അത്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോഴത്തേന് അദ്ദേഹം അത് സമ്മതിക്കുക. കാരണം നമ്മൾ ഓരോരുത്തരും ഹാലേലിയ ദൈവസന്നിധി നമ്മുടെ ഹൃദയം അതിനകത്ത് എന്താണ് ഉള്ള ഫീലിങ്സ് എന്ന് അറിയുന്നത്. അപ്പൊ ആത്മാവുള്ളവർ അത് തിരിച്ചറിയുമെന്ന് ഹാലേലിയ മനസ്സിലാക്കേണ്ട കാര്യം. കാരണം വെച്ചാൽ ഞാൻ ആത്മാർത്ഥമായ പ്രാർത്ഥന പലപ്പോഴും ഓരോരുത്തരും പ്രാർത്ഥിക്കുന്ന സമയത്ത് ഹാലേലിയ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവർക്ക് പെട്ടെന്ന് കണ്ടമിടറുന്നതും പെയിൻ ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയും. കാരണം ദൈവം നമ്മളെന്നും പ്രാർത്ഥിക്കുന്ന ഒരു വാക്കറിയില്ല. നമ്മുടെ ഉള്ളങ്ങൾ ഉള്ളതുപോലെ സർവശക്തൻ ആ ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ എല്ലാവരുടെയും ഹാലില്ല ഹൃദയത്തെ ഉള്ളതുപോലെ അറിയുന്ന ദൈവമാണ്. അത് വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവമാണ്. ഹാലേലിയ. അത് മറ്റുള്ളവർക്ക് പൊഴിച്ചു കൊടുക്കുന്ന ദൈവം. ഹാലേലിയ. കാരണം നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പൊ പലപ്പോഴും ദൈവത്തിന്റെ ഹൃദയത്തിൽ ആഴത്തിൽ ഇരിക്കുന്ന രഹസ്യങ്ങൾ എന്ന് പറയുന്നത് വചനത്തിന്റെ മർമ്മം മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരെയും പ്രാർത്ഥനാ വിഷയങ്ങളും ഓരോ കാര്യങ്ങളും ദൈവത്തിന്റെ ഹൃദയത്തിലാണ്. അത് ദൈവം ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കുമെന്ന് ചോദിച്ചാൽ ദൈവത്തിന് വിശ്വസ്തരായിട്ടുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാറുണ്ട്. അല്ലാതെ കാണുന്നവർക്കെല്ലാം അത് വെളിപ്പെടുത്തി കൊടുക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാലേലിയ അത് വെളിപ്പെടുത്തി കൊടുത്താൽ അത് അവിടെ സേഫ് ആണ്. അല്ലെങ്കിൽ അത് ആ ഒരു സീക്രട്സി അത് അതുപോലെ സൂക്ഷിക്കുമെന്നുള്ളവരോടൊക്കെ പല രഹസ്യങ്ങളും ദൈവം വെളിപ്പെടുത്തി കൊടുക്കാറുണ്ട്. ഹാലേലിയ. അതിനെ അറിയണമെങ്കിൽ ആ ദൈവത്തിന്റെ ആത്മാവുള്ളവർക്കാണ് അത് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ആത്മാവിലല്ല ചെടീകരായിട്ടുള്ളവർക്കല്ല വെളിപ്പെടുത്തുക. പറയുന്നത് ഉള്ളിൽ നിരസിട്ടുള്ള അതിനാൽ യേശു അവളെ വിടുവൻ, അവളെ അസഹ്യപ്പെടുത്തുക എന്തിന് എന്ന് അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. ഹാലേലിയ. അപ്പം ദൈവത്തിന്റെ അടുക്കൽ ഒരു നല്ല പ്രവൃത്തി ചെയ്തവളെ മറ്റുള്ളവർ അസഹ്യപ്പെടുത്താനോ ഫൽസിക്കാനോ ഹാലേലിയ ഹൃദയത്തിൽ പോലും ഹാലേലിയ ഉള്ളിൽ പോലും ഹാലേലിയ അവളോട് നീരസപ്പെടാനായി ദൈവം ആഗ്രഹിക്കുന്നില്ല. ഹാലേലിയ. നമ്മളപ്പോൾ ആലോചിച്ച് നോക്കി അവിടെ നിന്ന് മനുഷ്യർക്കൊക്കെ തോന്നി ഹാലേലിയ അത്രയും ഈ പാഴ്ചെലവ് എന്തിനാ ഉള്ളിൽ ഇങ്ങനെയൊക്കെ വിചാരിക്കുമ്പോൾ ദൈവം അപ്പോൾ അടനെ കർത്താവ് സംസാരിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ ദൈവത്തെങ്കിൽ നല്ല പ്രവൃത്തി ചെയ്തവള് ഹാലേലിയ മറ്റുള്ളവർ ഹാലേലിയ ഒന്നും പറയുന്നത് ദൈവത്തിന് ഇഷ്ടമില്ല. സ്തോത്രം. അപ്പൊ നമ്മളെ ദൈവത്തോട് നല്ല പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് ദൈവത്തിന് ഇഷ്ടമില്ല എന്ന് വെച്ച് പലരും പറയുന്നില്ല എന്നല്ല, പലരും പറയുന്നുണ്ട്. പക്ഷെ പറയുന്നതൊക്കെ നമുക്ക് തന്നെ ശാപത്തിനും നമുക്ക് തന്നെ പാപത്തിനും ഒക്കെ ഇടയായി തീരും. കാരണം ദൈവം സ്നേഹിക്കുന്നവരെ പറയുന്നില്ല. അവിടെ യേശു കർത്താവ് ഇവിടെ ഈ സംഭവത്തിൽ നേരിട്ട് തന്നെ അത് സംസാരിക്കുന്നുണ്ട്. അവളെ വിടുവിൻ. എന്നിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ദരിദ്രം നിങ്ങളുടെ അരികിൽ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കിക്കൊണ്ടല്ലോ. ഇച്ഛിക്കുമ്പോൾ അവർക്ക് നന്മ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. ഞാനോ എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെ ഇരിക്കുകയില്ല. കാരണം അവർ പലപ്പോഴും പറയുമ്പോൾ അവരുടെ ചിന്ത എന്താ, ദരിദ്രന്മാർക്ക് കൊടുത്തൂടെ, ഇത് ചെയ്തുകൂടെ, അത് ചെയ്തുകൂടെ. പക്ഷെ ഈ ദരിദ്രന്മാർക്ക് കൊടുത്തുകൂടെ എന്ന് ചോദിക്കുന്നത് ഇവരെത്രത്തോളം കൊടുക്കുന്നുണ്ട്? മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ കുറ്റങ്ങളും കുറവുകളും പറയുമ്പോൾ നമ്മളത് ചെയ്തിട്ടാണോ പറയുന്നത്? നമ്മുടെ ഭാഗം ശരിയായതിനു ശേഷമാണ് നമ്മൾ പറയുമ്പോൾ നമ്മളൊക്കെ ഇരുന്നിട്ട് പറയോ അവരിങ്ങനെ കാണിക്കുന്നില്ല, ഇവരിങ്ങനെ കാണിക്കുന്നില്ല, അവർക്ക് അത് ചെയ്തു, ഇവർക്ക് ഇത് ചെയ്തു. ഞാൻ എന്ത് ചെയ്യുന്നു? എന്റെ ഭാഗത്ത് എന്താ ചെയ്യുന്നത്? ഞാൻ എന്റെ ജീവിതത്തിൽ ഹാലേലിയ എന്ത് കാര്യങ്ങളെ ദൈവരാജ്യത്തിൽ അല്ല ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നമ്മൾ എന്താ ചെയ്യുന്നത്? ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ ചെയ്യുന്നുണ്ടോ? അപ്പൊ മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോഴും വിധിക്കുമ്പോഴും എല്ലാം നമ്മൾ ഹൃദയത്തിൽ നമ്മളെ തന്നെ ഒന്ന് നോക്കണം. എന്നിട്ട് വേണം നമുക്ക്. അപ്പം ദരിദ്രന്മാരെല്ലായ്പ്പോഴും അവിടെയുണ്ട്. അവർക്ക് ചെയ്യാൻ പറ്റും. ഈ പറയുന്നവരൊക്കെ ദരിദ്രന്മാർക്ക് എത്ര കൊടുക്കുന്നു എന്നുള്ളതും ദരിദ്രന്മാരെ കാണുമ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതും പാവങ്ങളെ കാണുമ്പോൾ എങ്ങനെയാണെന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ പറഞ്ഞ അവിടെ പൊട്ടിച്ചത് കിട്ടിയെങ്കിൽ കൊടുക്കായിരുന്നു. ഹാലേലിയ. അപ്പൊ നമ്മുടെ കയ്യിലുള്ളത് എത്ര കൊടുക്കുന്നു? നമ്മൾ മറ്റുള്ളവരും അയ്യോ ഇത് അവർ കണ്ടില്ല ഇത്ര വലിയ കാറ് വാങ്ങിച്ചാൽ, ഇത്ര വലിയ രൂപ കൊടുത്ത് ഡ്രസ്സ് വാങ്ങിച്ച്, ഇത്ര വലിയ സംഭവം മേടിച്ചേക്കുന്ന ഇതൊക്കെ ഉണ്ടായിരുന്ന പാവങ്ങൾക്ക് കൊടുത്തുവിടായിരുന്നോ? നമ്മുടെ കയ്യിലുള്ള എത്ര നമ്മൾ പാവങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്?
ഹല്ലേലൂയ. അല്ല, ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട. മറ്റുള്ളവരെ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും ചില കല്യാണങ്ങളൊക്കെ കാണുമ്പോൾ പലരും പറയുന്നുണ്ട്, അയ്യോ എന്തൊരു ആർഭാടമായ കല്യാണമാണ്, അല്ലെങ്കിൽ ഇത്രയും ഇതിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്ന പാവങ്ങൾക്ക് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തൂടെ എന്ന് ചോദിക്കും. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പം ആമേൻ, നമ്മുടെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ കൈ പറയുന്ന ആൾക്കാരുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ അവരും ചിലപ്പോൾ അതിനെക്കാട്ടി വലുതൊക്കെ ചെയ്തേനായിരുന്നു. പക്ഷേ ഇല്ലാത്തതിൻ്റെ അസൂയയായിട്ടായിരിക്കില്ല ഒരു കാര്യം പറയുന്നത്. അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഉള്ളതിൻ്റെ കാണുന്നതിൻ്റെ ഇത് കാണുമ്പോൾ അസൂയയായിട്ടായിരിക്കില്ല ഒരു കാര്യം. പക്ഷേ നമ്മുടെ കയ്യിൽ ദൈവം തന്നെ, ദൈവം എപ്പോഴും പറയുന്നത് നമ്മളുടെ കയ്യിലുള്ള നമ്മൾ ഉള്ളത് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്ത് ശീലിക്കണം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പറയോ ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് പോലും തികയുന്നില്ല. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും തികഞ്ഞിട്ട്, നല്ല ആവശ്യങ്ങളും കഴിഞ്ഞിട്ട് നമുക്ക് ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഉള്ളതീന്ന് കൊടുത്ത് ശീലിക്കുമ്പോഴാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അപ്പം ആ ചെറിയ ചെറിയ ആവശ്യങ്ങൾ മാറ്റി വെച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഹല്ലേലൂയ, അത് ദൈവത്തിന് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ കൊടുക്കാൻ ശീലിക്കുമ്പോഴാണ് പിന്നെ കൂടുതൽ കൊടുക്കാനായിട്ട് കഴിയുക. അല്ലാതെ നമ്മൾ ഇരിക്കുന്നത് അവിടെ ഇരിക്കട്ടെ, എൻ്റെത് എനിക്ക് അനക്കാൻ പറ്റത്തില്ല, മറ്റാരെങ്കിലുമൊക്കെ ചെയ്യാത്തൊരു കുറ്റം പറയുന്നതല്ല സ്ഥിതി. ഹല്ലേലൂയ. അവിടെ എന്നിട്ട് അവർ കർത്താവ് യേശു ക്രിസ്തു പറയുന്നൊരു വാക്ക്, ആമേൻ ഹല്ലേലൂയ, നിങ്ങൾക്ക് കഴിയും, ഞാനും എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെ ഇരിക്കുകയില്ല. നിങ്ങൾക്ക് നാളെയും ദരിദ്രന്മാർ ഇവിടെ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് എപ്പോഴും ചെയ്യാൻ കഴിയും, നിങ്ങൾക്ക് പക്ഷെ ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കില്ല. എന്നിട്ട് പറഞ്ഞേ, അവൾ തന്നാൽ ആവത് ചെയ്തു, കല്ലറടക്കത്തിനായി തന്റെ ദേഹത്തെ മുമ്പ് തൈലം തേച്ചു. ഇവിടെ പറഞ്ഞ വാക്ക് അവൾ തന്നാൽ ആവത് ചെയ്തു. നമ്മൾ നമ്മളാൽ ആവുന്നത് ചെയ്യുന്നുണ്ടോ? അവിടെ വലിയ കഥയൊക്കെ പറഞ്ഞു വന്നവരോട് പറയുകയാണ് കർത്താവ് പറയുന്നത്, അവൾ തന്നാൽ ആവത് ചെയ്തു. എന്റെ അടക്കത്തിന് മുൻപ്, പക്ഷേ ഇവിടെ ആവത് ചെയ്തു ഈ ഒരു വാക്ക് ഹല്ലേലൂയ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഹല്ലേലൂയ. അവൾ തന്നാൽ ആവത് ചെയ്തു. അപ്പൊ നിങ്ങളൊക്കെ എത്ര ചെയ്യുന്നുണ്ട്? നിങ്ങളുടെ കയ്യിലൊക്കെ ഉള്ളത് വെച്ച് ദരിദ്രന്മാർ ഇവിടെയുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ ഇവിടെയുണ്ട്, പലതും ഇവിടെയുണ്ട്. പക്ഷെ അപ്പൊ നിങ്ങൾ നിങ്ങളാൽ ആവുന്നത് ചെയ്യുന്നുണ്ടോ? അപ്പൊ നമ്മൾ നമ്മളുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടാണോ നമ്മൾ മറ്റുള്ളവരെ ക്രിറ്റിസൈസ് ചെയ്യുന്നത്? നമ്മുടെ ഭാഗത്ത് മാറ്റങ്ങൾ വരുത്തേണ്ടടുത്ത് മാറ്റം വരുത്തിയിട്ടാണ് എനിക്കൊരു മാറ്റം വരുത്തത്തില്ല, നിങ്ങൾ കൂടെ നിൽക്കുന്നവരെല്ലാം മാറിക്കോണം എന്ന് പറയുന്ന ചിന്താഗതിയല്ല നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്. ആദ്യം ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഒരു മാറ്റം വരുത്തണം. നമ്മുടെ ഉള്ളം താഴണം, നമ്മുടെ ഉള്ളിലെ നിഗളം മാറണം, നമ്മുടെ ഉള്ളിലെ പാവം മാറണം, നമ്മുടെ ഉള്ളിലെ കുറ്റപ്പറച്ചിൽ മാറണം. നമ്മുടെ ഉള്ളിൽ ഹല്ലേലൂയ മറ്റുള്ളവരുള്ള ദൈവത്തിന്റെ സ്വഭാവത്തിന് വിപരീതം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കയ്പാകട്ടെ, വെറുപ്പാകട്ടെ, പകയാകട്ടെ, വിദ്വേഷമാകട്ടെ, ഇതെല്ലാം മാറണം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഞാൻ നേരത്തെ പ്രാവശ്യം പറഞ്ഞ, എനിക്ക് ഫിനിഷ്യം ഫസ്റ്റ് പറഞ്ഞ വാക്ക് തന്നെ ഇഷ്ടം എപ്പോഴും പറയാനായിട്ട്. അല്ലെ, നമ്മുടെ ഉള്ളിൽ നമ്മൾ ആരോടെങ്കിലും ക്ഷമിക്കപ്പെടാതെ എന്തെങ്കിലും വെച്ചോണ്ടിരുന്നാൽ അയാളെ കൊല്ലാൻ വേണ്ടി നമ്മൾ വിഷം കഴിക്കുന്ന നീക്കല. എങ്ങനെ ഉണ്ടാവും? നമ്മള് ഹല്ലേലൂയ മറ്റൊരുത്തനെ കൊല്ലാൻ വേണ്ടിയിട്ട് വിഷം കഴിക്കുന്ന നേരം നമ്മളാ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിഷം കഴിച്ചുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? നമ്മളാ മരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതം താഴോട്ട് പോക്കണം. അല്ല, നമ്മുടെ ജീവിതത്തിലെ ആപത്തോ പാവോ അല്ലെങ്കിൽ എന്താ പറയാ പലതും ക്ഷീണമോ ദുഃഖമോ ഒക്കെ വന്നുകൊണ്ടേയിരിക്കുന്നത്. അയാൾക്ക് അവർക്കൊരു കുഴപ്പം ഉണ്ടാകത്തില്ല. എനിക്കിപ്പോ ഗേളി സിസ്റ്ററോട് എന്തെങ്കിലും പിണക്കം ഞാൻ എൻ്റെ മനസ്സിൽ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ഗേളി സിസ്റ്റർക്ക് അത് എഫക്ട് ചെയ്യത്ത് പോലും ഇല്ല. കാരണം എന്റെ ജീവിതമാണ് താഴോട്ട് പൊക്കോണ്ടിരിക്കുക. അല്ലെ, എന്റെ ജീവിതമാണ് അതിന്റെ ശാപം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ഹല്ലേലൂയ, നമ്മൾ ആരോടും ഒരു ദിവസം പോലും സന്ധ്യ ആകും വരെ പക വെച്ചുകൊണ്ടിരിക്കരുത് എന്ന് പറയുന്നതിന്റെ കാര്യം. പിണക്കം വെച്ചുകൊണ്ടിരിക്കുക. ഇവിടെ പറയുന്ന ഹല്ലേലൂയ, ഇവിടെ പറയുന്ന അവൾ ആവത് ചെയ്തു. നമ്മൾ ഓരോരുത്തരും നമ്മളാൽ ആവുന്നത് ചെയ്യേ വേണ്ട. മറ്റുള്ളവർ ചെയ്യുന്നതിനെ കണ്ടിട്ട് കുറ്റം പറയോ കുറവ് പറയോ ചെയ്യല്ല ചെയ്യേണ്ടത്. നമ്മളാൽ ആവുന്നത് ചെയ്യണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ അത് കഴിഞ്ഞതിന് ശേഷം പറയുന്ന കല്ലടക്കത്തിന് അവൾ ദേഹത്തെ എന്റെ മുമ്പ് കൂട്ടി തൈലം തേച്ചു. സുവിശേഷം ലോകത്തിലൊക്കെയും പ്രസംഗത്തെ അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്ക് പ്രസ്താവിക്കുന്ന ഞാൻ സത്യമായിട്ട് ഞങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. അവൾ അന്ന് ചെയ്ത ആ പ്രവൃത്തി കാരണം ഹല്ലേലൂയ ഇന്നും സുവിശേഷം പ്രസംഗിക്കുന്നിടത്ത് ഇന്ന് ഈ പ്രഭാതത്തിൽ 2024 ജൂലൈ മാസം 3-ാം തീയതി നമ്മൾ ഇന്നും അതിനെക്കുറിച്ച് പറയാൻ കാരണമായിരിക്കുന്നു. അല്ലെ, അവിടെ പേര് പോലും എഴുതിയിട്ടില്ല. അവൾ ബെഥാന്യ കൃഷ്ണ വീട്ടിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ, ഈ സുവിശേഷത്തെ മെൻഷൻ ഒരു സ്ത്രീ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഹല്ലേലൂയ. ആ പേര് പോലും പറഞ്ഞിട്ടില്ലെങ്കിലും ആ സുവിശേഷം ഇത്ര വർഷങ്ങളായി പ്രസംഗിച്ചിട്ടും ഹല്ലേലൂയ ഇന്നും നമ്മൾ വായിക്കുമ്പോൾ ദൈവാത്മാവ് ആ സ്ത്രീയെ കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവൾ ഹല്ലേലൂയ ദൈവത്തിന്റെ ഹല്ലേലൂയ പാദപീഠത്തെ കൊണ്ട് ഉടച്ചത് ഹല്ലേലൂയ അവളാൽ ആവതാണ് ചെയ്തത്. എന്ന് വെച്ചാൽ തന്നാലാവുന്നത്. ഹല്ലേലൂയ അതാണ് അവളുടെ ഹല്ലേലൂയ അവളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അവള് ദൈവസന്നിധിയിൽ കൊണ്ട് അവളുടെ സമ്പാദ്യം തന്നെയായിരിക്കും അത്
ഹാലയിലെ അത്രയും ആമി ഹാലിലെ വിലയേറിയ ഹാലയിലെ അത് സ്വരൂപിക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു വർഷത്തെ അധ്വാനമായിരിക്കും അവളുടെ ഹാലയിലെ, അല്ലെങ്കിൽ ചിലപ്പോൾ വർഷങ്ങളുടെ അധ്വാനം. പക്ഷെ അവൾ കൊണ്ട് ദൈവസന്നിധിയിൽ ഹാലയിലെ അത് ഉടച്ച് ഹാലയിലെ ഒഴിക്കുന്ന സമയത്ത് നമുക്ക് കർത്താവ് പോലും അവളാൽ ആവത് ഹാലയിലെ അവൾക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നു, അവൾ അത് ചെയ്തു ഹാലയിലുക. ആമി ഹാല നമ്മൾ ഓരോരുത്തരും ഹാല ദൈവസന്നിധിയിൽ ഹാലെ പലതും നമ്മുടെ ഹൃദയത്തിരിക്കുന്ന നമ്മുടെ ജീവിതത്തെ ഹാലയിൽ ഒന്ന് ഉടയ്ക്കാനായിട്ട് അല്ല ദൈവസന്നിധിയിലേക്ക് ഒന്ന് പകരാനായിട്ട് അല്ലെ വിട്ടുകൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറാകുന്നില്ല പലപ്പോഴും. നമ്മളത് വിട്ടുകൊടുത്ത് നമ്മളെ തന്നെ ദൈവസന്നിധി പൂർണ്ണമായ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടേതായിട്ടുള്ള സകല എന്തൊക്കെയോ ആണെന്ന് വിചാരിക്കുന്നില്ല. നമ്മുടെ ചിലപ്പോൾ വിദ്യാഭ്യാസമായിരിക്കും, സമ്പത്തായിരിക്കും, കുടുംബ മഹിമയായിരിക്കും, അങ്ങനെ കയറി നിൽക്കുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മുടെ തലയിൻ്റെ അഹന്തയായിരിക്കും. ഇപ്പം നമ്മളിവിടെ തന്നെ വിശ്വാസത്തിലേക്ക് വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ പലരും ഉണ്ട് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ട് അതിൻ്റെ എന്തുകൊണ്ട് അവർ വിട്ടുകൊടുത്ത് ഇങ്ങോട്ട് വരാത്തതിൻ്റെ കാര്യം അവർ പിടിച്ചു വെച്ചുകൊണ്ട് നിൽക്കുന്ന അവരുടെ പാരമ്പര്യം അവരുടെ ഇപ്പോഴുള്ള അവരുടെ ആ പൊസിഷൻ അല്ലെങ്കിൽ സമ്പത്ത് അല്ലെങ്കിൽ പല കാര്യങ്ങൾ അവരുടെ ഉള്ളിൽ അവരത് ഉടയ്ക്കാനായിട്ട് റെഡിയാകാത്തതുകൊണ്ടാണ്. പല ആൾക്കാർക്കും യേശുക്രിസ്തുവിനെ ഇഷ്ടമാണ് യേശുക്രിസ്തുവിൽ വിശ്വാസമാണ് എന്ന് വെച്ചാൽ അവർക്ക് യേശുക്രിസ്തുവിന് പ്രാർത്ഥിച്ച കാര്യങ്ങൾ നടക്കും, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും. പക്ഷേ അവരുടേതായിട്ടുള്ള ഇത്രയും നാൾ മുറുകെ പിടിച്ചുകൊണ്ടിരുന്ന ചിലതൊക്കെ വിട്ടുകൊടുക്കാനും ഉടച്ചു കണ്ട് ദൈവസന്നിധിയിലേക്ക് വരാൻ അവർ തയ്യാറല്ല. അവരുടെ ഉള്ളതിനെ ഒന്ന് പൊട്ടിക്കാൻ അവർ റെഡിയല്ല, അല്ലേ? അതൊക്കെ പൊട്ടിക്കാനായിട്ട് അവർ റെഡിയാണെങ്കിൽ, അവർ പാദപീഠത്തിൽ നിന്ന് ഉടയ്ക്കാൻ റെഡിയാണെങ്കിൽ അവർ വരും. പക്ഷെ അവർ ഇതെല്ലാം സത്യം അറിഞ്ഞിട്ടും ആ സത്യത്തിന് നേരെ മുഖം തിരിച്ചൊക്കെ നിൽക്കുന്നതിന്റെ കാര്യം അവരുടെ ജീവിതത്തിൽ അതിനെക്കാട്ടി ഉപരിയായി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന വിലയേറിയ എന്തോ സാധനം ഉണ്ടെന്നുള്ള രീതിയിലാണ് അതുകൊണ്ട് അത് വിട്ടുകൊടുക്കാനോ ഉടയ്ക്കാനോ റെഡിയാത്ത. അപ്പൊ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ പലപ്പോഴും നമ്മൾ ദൈവസന്നിധി വേണ്ടും പോലെ പരിശുദ്ധൻ നമ്മളോട് പലതും പറയുമ്പോൾ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാതെ ആ വിഷയം, ആ ഒരു ഭാഗം, ആ ഒരു പാട്ട് നമ്മൾ പലപ്പോഴും ക്ലിയർ ചെയ്യാത്തതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉടയ്ക്കാൻ റെഡിയല്ല. ആമേൻ. ഈ പ്രഭാതത്തിൽ ഞാൻ പറയാം, നമ്മുടെയൊക്കെ ഹൃദയങ്ങൾ അങ്ങനെ ഇരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും അത് എന്ത് സംഭവമാണെങ്കിലും ആ പാദപീഠത്തിൽ ഒന്ന് ഉടയ്ക്കണം. അത് ഉടയാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും മുൻപോട്ട് പോകുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ സ്റ്റക്കായി നമ്മൾ എന്തൊക്കെ പ്രാർത്ഥിച്ചാലും എത്രയൊക്കെ ഉപവസിച്ചാലും നമ്മൾ എന്തൊക്കെ ആർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് വരുത്തി തീർത്താലും അതൊന്നും ദൈവസന്നിധി പ്രസാദമുള്ളതായി മാറത്തില്ല. കാരണം നമ്മൾ വിലയേറിയതെന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഇതായിട്ടുള്ള പ്രസ്റ്റീജിയസ് ആയിട്ടല്ലേ നമ്മളുടേതായിട്ട് എന്ത് കാര്യമാണ് നമ്മൾ മുൻപ് വെച്ചുകൊണ്ടിരിക്കുക, അതിനെ നമ്മൾ ഉടയ്ക്കുക തന്നെ വേണം. അത് ഉടച്ച് ആ പാദപീഠത്തിലേക്ക് ഒഴിച്ചാൽ മാത്രമേ ഞാൻ പറയും നമ്മുടെ ഹൃദയം ദൈവത്തിന് മുമ്പിലേക്ക് ആ വിശ്വസ്തതയുള്ള വിശുദ്ധിയുള്ളതായി മാറത്തുള്ളൂ. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നല്ലതെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന് നല്ലതാണെന്ന് നിർബന്ധമൊന്നുമില്ല. ഇവളുടെ ജീവിതത്തിൽ അവളുടെ സമ്പാദ്യം മൊത്തമായി ഏറ്റവും വിലയേറിയതായിട്ട് അവൾ സ്വരൂപിച്ചു വെച്ച സാധനം ദൈവസന്നിധി കൊണ്ട് ഉടച്ചത്. ഹല്ലേലൂയ. അപ്പൊ അതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ വിലയേറിയതാണെന്നായിരിക്കും നമ്മുടെ വിചാരം. പക്ഷെ അത് ദൈവസന്നിധി ആകണമെങ്കിൽ അത് എപ്പോഴത് കർത്താവിന്റെ പാദമെടുത്ത് കർത്താവിന് വേണ്ടി നമ്മളിത് നഷ്ടപ്പെടുത്തി കളയും. അല്ലെങ്കിൽ നമ്മൾ കർത്താവിന് വേണ്ടിയിട്ട് അതിൽ ഉടയ്ക്കുമ്പോഴേ അത് വിലയേറിയതാകത്തുള്ളൂ, അല്ലെങ്കിൽ വിലയേറിയതാകത്തില്ല ഒരിക്കലും. അത് എന്താണെങ്കിലും ഞാൻ പറയാം, ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ഇന്നലെ രാത്രി ഞാൻ ഇത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധൻ ഇടപെട്ടാണ്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എവിടെയൊക്കെ എന്തൊക്കെ ഇനി ഉടയാനുണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ മനോഭാവമായിരിക്കും. പലപ്പോഴും ദിവസം നമ്മുടെ മനോഭാവങ്ങളായിരിക്കും. മനോഭാവങ്ങളെ മനസ്സിലുള്ള ചിന്തകളെയും കാര്യങ്ങളെയൊക്കെ തിരിച്ചറിയുന്ന ദൈവമാണ്. അത് മറ്റുള്ളവരോടാണെങ്കിലും നമ്മുടെ കുടുംബത്തിലുള്ളവരാണെങ്കിലും നമ്മൾ സഹോദരങ്ങളോടാണെങ്കിലും ഒക്കെ നമുക്ക് പലപ്പോഴും ക്ഷമിക്കാനും നമ്മളെല്ലാവരും പറയല്ലേ ക്ഷമിച്ചു, ഞാൻ ആരോടും വിരോധമില്ല, എനിക്ക് എല്ലാവരുടെയും സ്നേഹമാണ്, എനിക്ക് ആരുടെയും കയ്പില്ല എന്ന് പറയും. പക്ഷേ നമുക്ക് പലപ്പോഴും ആ വ്യക്തിയോട് യഥാർത്ഥമായി ക്ഷമിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. നമ്മുടെ ഹൃദയത്തിൽ അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മുഖഭാവം മാറത്തില്ല, നമ്മുടെ സ്വരം മാറത്തില്ല, നമ്മുടെ കണ്ഠം ഇടറത്തില്ല. ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ആ വ്യക്തിയോട് ഹല്ലേലൂയ. അപ്പം ഞാൻ പറയുന്നത്, ഞാനൊക്കെ എപ്പോഴും പറയും, അയ്യോ എനിക്ക് പകയില്ല, പിണക്കമില്ല, വിരോധമില്ല എന്നൊക്കെ. പക്ഷെ ആ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ കാണുമ്പോൾ നമ്മുടെ മുഖത്തിന്റെ ഭാവം മാറും.
അവരെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സ്വരം മാറും. എപ്പോഴും ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ പല വ്യക്തിത്വം. പക്ഷേ അവരോടൊക്കെ ഒരിക്കൽ കൂടി ചിലപ്പോൾ അവരെ നമ്മൾ മാക്സിമം നമ്മൾ ദ്രോഹിച്ചവരായിരിക്കും. നമ്മളെക്കുറിച്ച് ഇല്ലായ്മ പറഞ്ഞതായിരിക്കും. നമ്മൾക്ക് വേണ്ടി ദോഷമായി പലതും ചെയ്തതായിരിക്കും. നമ്മളെ കളിയാക്കിയവരായിരിക്കും, പരിഹസിച്ച് നിന്ദിച്ചവരായിരിക്കും, ഒക്കെ ആയിരിക്കും. പക്ഷേങ്കില് ദൈവം ആഗ്രഹിക്കുന്നത് അതെല്ലാം ഹൃദയത്തിൽ നിന്ന് ഉടച്ചു കളഞ്ഞ് നമ്മളൊന്ന് ദൈവസന്നിധിയിൽ ഒരിക്കൽ കൂടി ഒന്ന് ശുദ്ധീകരണം പ്രാപിക്കാനായിട്ടും നമ്മൾ ദൈവത്തിന് സുഗന്ധമുള്ളവരായി മാറണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് മാറണം. ഇതിനെയൊക്കെ ഒന്ന് വിട്ട് കളഞ്ഞ് ഈ പ്രഭാതത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ആ സ്ത്രീ അന്ന് അവളാലാവത് ചെയ്തപ്പോൾ ഇന്നും നമ്മൾ അവളെക്കുറിച്ച് പറയാൻ കാരണമായിരിക്കുന്ന അപ്പൊ അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് ഹൃദയത്തെ പോലും ഒരു നിരൂപണം വെച്ചുകൊണ്ടിരുന്ന ഒരു തെറ്റായ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ മോശമായിട്ട് ചിന്തിക്കുക, പ്രവർത്തിക്കുക, എന്തെങ്കിലും പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനെല്ലാം ദൈവസന്നിധി നമ്മൾ കണക്ക് കൊടുക്കേണ്ടതാകുന്നു. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. നമ്മളും പലപ്പോഴും ചിലപ്പോൾ മാനുഷ്യമായി സംസാരിക്കുമ്പോൾ അതൊക്കെ വരാറുണ്ട്. പക്ഷെ ദൈവം അത് ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കാൻ നമ്മുടെ ഭാഗത്ത് അതിനെ കൊണ്ടു നടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ആത്മാവ് ഈ വചനം ഇടപെട്ടത് എനിക്കറിയാം. അത് വ്യക്തിപരമായി എന്നോടും നമ്മൾ ഓരോരുത്തരോടും സംസാരിക്കുകയാണ്. അതിന് ഈ പ്രഭാതത്ത് നമുക്ക് എല്ലാവർക്കും ആ ഹൃദയം ഒന്നും കൂടെ ഒന്ന് ദൈവസന്നിധിയിൽ പകർന്ന് അതിലുള്ളതിനെ എല്ലാം ഉടച്ചു കളഞ്ഞ് ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിക്കാനായിട്ട് അടുത്തിച്ചെല്ലാം നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ഹൃദയത്തെ നിരൂപിച്ച പോലെ അറിയുന്ന ദൈവമാണ്. പറയേണ്ട കാര്യമില്ല. അപ്പൊ അതെല്ലാം കൃത്യമായി അറിയുന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനത്തെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.